അനാമികെ, മാപ്പ്. നീ എന്നെ വെറുക്കരുത്. എന്താ ഇത്? അജിത്തിനെ ഞാൻ എന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്. സർ, ബോസ് വിളിക്കുന്നു. ഓക്കെ. मेरा टेबल में रखो. ओके. May I come in, sir? Yes. ഹലോ അജിത്ത്, ഇരിക്കെ. താങ്ക് യു, സർ. എന്താ സർ? അജിത്തിന് അറിയാലോ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ കമ്പനി റൺ ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് കുറച്ചേ പറ്റൂ. അതിന് മാനേജ്മെൻ്റ് എടുത്ത തീരുമാനം റെഡ്യൂസ് ദ മാൻ പവർ. എനിക്കൊന്നും മനസ്സിലായില്ല സർ. യു ആർ ടെർമിനേറ്റഡ് ഫ്രം അവർ കമ്പനി. സോറി അജിത്ത്, ഐ എം ഹെൽപ്ലെസ്. ഞാനിവിടെ നിൽക്കില്ല. എന്നെ തനിച്ചാക്കിയിട്ട് പോവല്ലേ. നമ്മുടെ കുട്ടി ആദ്യം കാണേണ്ടത് അജിത്തിന്റെ മുഖം. എന്നെ ഉപേക്ഷിക്കല്ലേ. എന്റെ ജീവനാണ് നീ. എനിക്കൊരു മാസത്തിനുള്ളിൽ ഇവിടുന്ന് പുറത്തു പോയേ പറ്റൂ. മോൾക്ക് 8 മാസമായതിനാൽ
ഫ്ലൈറ്റ് യാത്രയും നടക്കില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. നിഖിലിന്റെ ഫാമിലി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ മോളെ അവരുടെ അടുത്ത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അജിത്, ഇവിടെ നിൽക്കാൻ വേറെ ഒരു വഴിയില്ലേ? നിനക്കറിയോ, എനിക്ക് കമ്പനിയിൽ നിന്ന് ലെറ്റർ കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഒരുപാട് ആലോചിച്ചു. ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഞാൻ പോയാലും 1 മാസത്തിനുള്ളിൽ വരില്ലേ? ഈ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ മാധവൻ സാർ ഇല്ലാതെ പോയി. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എല്ലാം വരുന്ന പോലെ വരട്ടെ. ദൈവം നമ്മളെ രക്ഷിക്കും. ദാ ആഹാ, അജിത്തോ, വരൂ. ആ അജിത്ത്, ആ വാടാ. എല്ലാം അറിഞ്ഞില്ലേ? ഉവ്വ്, അനാമിക പറഞ്ഞിരുന്നു. ഞാനൊരു അപേക്ഷയുമായിട്ടാണ് വന്നത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിഖിൽ. നിങ്ങൾക്ക് മാത്രമേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. ഞാൻ എന്താടാ ചെയ്യേണ്ടത്? നീ കാര്യം പറ. എൻ്റെ അനാമികയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. എനിക്കിവിടെ ആരുമില്ല. ഈ സമയത്ത് അങ്കിളും നായരും ഇവിടെ ഇല്ലാതെ പോയി. മറ്റൊന്നും എനിക്ക് ആവശ്യപ്പെടാനില്ല. നീ